ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടാണ്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്താണ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഈ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് പോവാം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് നത്തിങ് ബട്ട് എൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്കറിയാം, നമ്മൾ പ്രോഫിറ്റോ ലോസോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേമിനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണെന്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് അല്ലേ. നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് എക്സ്പെൻസുകളും ക്രെഡിറ്റ് ഭാഗത്ത് ഇൻകംസും റെക്കോർഡ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റോ ലോസോ കിട്ടും. ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, എന്താണ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? അത് നമ്മൾ റെക്കോർഡ് ചെയ്യാം. ദ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. സോ ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻസും പേയ്മെൻറ്റുകളും, അതേപോലെ തിരിച്ച് പാർട്ട്നേഴ്സ് എന്തെങ്കിലും ഫേമിന് കൊടുക്കാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത് റെക്കോർഡ് ചെയ്യും. അതിനുശേഷം ആ പ്രോഫിറ്റ് നമ്മൾ, ആ ലാഭം നമ്മൾ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് ആ ഫേമിൻ്റെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന അക്കൗണ്ട് കൂടിയാണെന്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇത് എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ഓർ ലോസിലാണ്. അതായത് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ദിസ് ഈസ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. നമുക്കറിയാം, നമ്മളിവിടെ ഡെബിറ്റ് ഭാഗത്ത് എക്സ്പെൻസുകളൊക്കെ റെക്കോർഡ് ചെയ്യും അല്ലേ. എല്ലാ എക്സ്പെൻസുകളും, ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസസും നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് റെക്കോർഡ് ചെയ്യും. ക്രെഡിറ്റ് ഭാഗത്ത് നമ്മൾ ഇൻകംസ് എല്ലാം റെക്കോർഡ് ചെയ്യും. ഓക്കെ, സോ നമ്മളിവിടെ എക്സ്പെൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തു, ക്രെഡിറ്റ് ഭാഗത്ത് ഇൻകംസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് നമ്മളിത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ടോട്ടൽ ചെയ്യുന്നു. ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് ഭാഗത്താണെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് പ്രോഫിറ്റ് അല്ലേ. നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസിനകത്ത് നമ്മൾ ഡെബിറ്റ് ഭാഗത്താണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ ദിസ് ഈസ് പ്രോഫിറ്റ്. ഇനി ക്രെഡിറ്റ് ഭാഗത്താണെങ്കിൽ ദാറ്റ് ഈസ് ലോസ്. ഓക്കെ, ഇത് ക്രെഡിറ്റ് ഭാഗത്താണ് ബാലൻസ് വരുന്നതെങ്കിൽ ലോസ് ആയിരിക്കും. ഈ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ, ഫേമിന് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്താണ് ഈ പ്രോഫിറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രോഫിറ്റ് എടുത്തിട്ട് എവിടേക്ക് പോസ്റ്റ് ചെയ്യുക? ക്രെഡിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യുക. സി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ഈ പ്രോഫിറ്റ് നമ്മൾ ക്രെഡിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യുക. നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്താണ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പ്രോഫിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളെപ്പോഴും ബ്രോ ഡൗൺ ചെയ്യുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്, ക്രെഡിറ്റ് ഭാഗത്തേക്കാണ് കൊണ്ടുപോകേണ്ടത്. സോ പ്രോഫിറ്റ് നമ്മൾ ക്രെഡിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്തു. ഓക്കെ, സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ഓർ ലോസിലാണ്. പ്രോഫിറ്റ് ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ലോസ് ആണെങ്കിൽ എവിടെയാണ് കാണിക്കേണ്ടത്? ഓക്കെ, ഒബ്വിയസ്ലി നമുക്ക് അതെവിടെ കാണിക്കേണ്ടത് ഡെബിറ്റ് സൈഡിലാണ് അല്ലേ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ലോസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ദ ലോസ് ഷുഡ് ബി ഓൺ ദി ഡെബിറ്റ് സൈഡ്. ഓക്കെ, സോ നമ്മൾ പ്രോഫിറ്റ് ആണെങ്കിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കുക, ലോസ് ആണെങ്കിൽ നമ്മളത് ഡെബിറ്റ് ഭാഗത്ത് കാണിക്കുക. ദെൻ ഇത് നോമിനൽ അക്കൗണ്ട് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ടിന് റൂൾ ഉണ്ടല്ലോ. എന്താ റൂള്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. അപ്പോൾ ലോസ് ഡെബിറ്റ് ഭാഗത്ത് തന്നെയാണല്ലോ കാണിക്കേണ്ടത്. റൂൾ പ്രകാരം നമ്മൾ ഡെബിറ്റ് ഭാഗത്താണ് കാണിക്കേണ്ടത്. ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്.
വരുമാനങ്ങൾ, ഗെയിൻസ്, നേട്ടങ്ങളൊക്കെ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്താണ് കാണിക്കേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ ക്രെഡിറ്റ് ഭാഗത്താണ് കാണിക്കേണ്ടത്. ഇനി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത് കാണിക്കേണ്ടത്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു? പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റുകൾ, പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷൻസ്, അത് നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യുക. സോ വൈ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് എന്നാണ് നമ്മുടെ റൂള്, റിയൽ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള്. സോ നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക. എക്സാമ്പിൾ പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് സാലറി നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് കാണിക്കുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 2 പാർട്ട്ണർ ഉണ്ട് എങ്കിൽ, ഇപ്പോൾ 2 പാർട്ട്നേഴ്സ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. ഇപ്പോൾ 2 പേരുടെയും സാലറി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. എന്നിട്ട് നമുക്ക് ടോട്ടൽ എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതാം. ഓക്കെ, ഇനി നേരിട്ട് എ സാലറി എന്നും ബി സാലറി എന്നും കാണിക്കാം. നോർമലി നമ്മൾ പാർട്ട്നേഴ്സ് സാലറി 2 പാർട്ട്ണർ ഉണ്ടെങ്കിൽ 2 പാർട്ട്ണറെ നമ്മൾ സെപ്പറേറ്റ് കാണിച്ചു, ടോട്ടൽ എടുത്തു. സോ പാർട്ട്നേഴ്സിൻ്റെ സാലറി കാണിക്കണം. പാർട്ട്നേഴ്സിൻ്റെ കമ്മീഷൻ, പാർട്ട്നേഴ്സ് കമ്മീഷൻ നമ്മൾ ഡെബിറ്റ് ഭാഗത്താണ് കാണിക്കേണ്ടത്. സോ ഇതെല്ലാം ബിസിനസ്സിനെ സംബന്ധിച്ച്, നമ്മുടെ ഫേമിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് കാണിക്കുന്നത്. സോ പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ ഓർ എനി അതർ റെമ്യൂണറേഷൻ ടു പാർട്ട്ണർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻസ്, പേയ്മെൻറ്റ് നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് കാണിക്കുക. ഓക്കെ, ഇനി ഒരാളെ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്തും കാണിക്കണം. ഏതായിരിക്കും? പാർട്ട്ണർ ഫേമിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഫേമിനെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് അത് നമുക്ക് ഇൻകം ആയിരിക്കും. എന്തായിരിക്കും? പാർട്ട്ണറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഐറ്റം മാത്രമേ കാണിക്കാനുണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കുക. ദാറ്റ് ഈസ് എൻ ഇൻകം ഫോർ ദ ഫേം. ഫേമിനെ സംബന്ധിച്ച് ഒരു ഇൻകമാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻകം ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് കാണിച്ചു. ഫേമിന് കിട്ടുന്ന എമൗണ്ട് ആണ് അല്ലേ, ഫേമിലേക്ക് വരുന്ന എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ എന്തും കൂടെ കാണിക്കണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന് മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡെബിറ്റ് ഭാഗത്ത് കാണിക്കാം. സോ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇത് നമുക്ക് ഡെബിറ്റ് ഭാഗത്ത് കാണിക്കാം. അപ്പം 2 പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 പാർട്ട്നേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് കാണിച്ചു. ഇത്രയും കാര്യങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത് നമ്മൾ കാണിക്കേണ്ടത്. പോയിന്റ് നമ്പർ 1, ഇറ്റ് ഈസ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യുക. ദെൻ ലോസ് ആണെങ്കിൽ ഡെബിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യുക. ദെൻ റെമ്യൂണറേഷൻ പെയ്ഡ് ടു പാർട്ട്നേഴ്സ്, ലൈക്ക് പാർട്ട്നേഴ്സ് സാലറി ഡെബിറ്റ് സൈഡിൽ, ദെൻ പാർട്ട്നേഴ്സ് കമ്മീഷൻ ഡെബിറ്റ് സൈഡിൽ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് എൻ എക്സ്പെൻസ് ഫോർ ദ ഫേം, അതും ഡെബിറ്റ് ഭാഗത്ത്. ഇത്രയും കാര്യങ്ങൾ ഡെബിറ്റ് ഭാഗത്ത് കാണിക്കാം. ആൻഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമേ നോർമൽ കേസിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് എഴുതിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. സോ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ആ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ബാലൻസിങ് ഫിഗർ നമ്മൾ തൊട്ട് മുകളിൽ കാണിക്കുന്നു. ദാറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു പാർട്ട്നേഴ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറൻറ്റ് അക്കൗണ്ട്. ഇപ്പോൾ 2 പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമ്മൾ 2 പാർട്ട്ണർക്ക് എന്ത് ചെയ്യും? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്കിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെയാണ് ബാലൻസ് വരുന്നതെങ്കിൽ ഇത് ലോസ് ആണ്. ആ ലോസ് നമ്മൾ എന്താ ചെയ്യുക? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ നമ്മൾ 2 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് 2 പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. എക്സ്പെൻസസ്, പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റുകൾ ഡെബിറ്റ് ഭാഗത്ത്, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ക്രെഡിറ്റ് ഭാഗത്ത്, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ,
ഇനി നമുക്കിതിൻ്റെ ജേണൽ എൻട്രി കൂടെ പഠിക്കാം. ജേണൽ എൻട്രി നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലെഡ്ജർ നോക്കി നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. ഞാൻ വേഗത്തിൽ ഇതിൻ്റെ ജേണൽ എൻട്രി കൂടി പറയാം. ഓക്കെ, സോ ലോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി നമ്മൾ ഡെബിറ്റ് ഭാഗത്താണ് ലോസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. ലോസ് ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഡെബിറ്റ് ഭാഗത്തേക്കാണ്. എന്തായിരിക്കും ഇവിടെ എൻട്രി വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ സാലറി, പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുമ്പോൾ എൻട്രി, പാർട്ട്നേഴ്സിൻ്റെ സാലറി അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് സാലറി, ഡെറ്റർ ടു പാർട്ട്നേഴ്സ് സാലറി. കമ്മീഷൻ കൊടുക്കുമ്പോൾ എൻട്രി നിങ്ങൾക്ക് പറയാൻ പറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഓക്കെ, സോ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എൻട്രി എന്തായിരിക്കും? പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എൻട്രി പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇനി ഇവിടെ പ്രോഫിറ്റ് ആണ്, ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി, അതായത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി എന്തായിരിക്കും? എൻട്രി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇവിടെ എഴുതിയ എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി എന്തായിരിക്കും വരിക? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ലോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എൻട്രി എന്തായാലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ലെഡ്ജർ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, ലെഡ്ജർ മൈൻഡിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് നമുക്ക് എൻട്രി പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, നമ്മളത് ക്ലിയർ ചെയ്യുന്നതാണ്. സോ മറ്റൊരു ടോപ്പിക്കുമായിട്ട്, എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം.